ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആമുഖം ഞാൻ നീട്ടി പരത്തി കൊണ്ടുപോകുന്നില്ല. ഞാൻ നേരെ വിഷയം നിങ്ങളുമായിട്ട് സംസാരിക്കുകയാണ്. നമ്മളെല്ലാവരും സന്തോഷം ആഗ്രഹിക്കുന്നവരാണല്ലോ അല്ലേ? സന്തോഷം എന്നത് മറ്റൊരാൾക്ക് നൽകാനോ ഉള്ള സന്തോഷം എടുത്തു കളയാനോ കഴിയുന്ന ഒന്നല്ല. അത് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അത് വ്യക്തി ജീവിതത്തിലെ കേവല നേട്ടങ്ങളിൽ മാത്രം ആശ്രയിക്കുന്ന ഒരു കാര്യമല്ല. പലപ്പോഴും നമ്മളതിനെ ക്ഷണികമായ കാര്യങ്ങളോട് ബന്ധപ്പെടുത്തിക്കൊണ്ട് അതിന് പിറകെ ഓടി നടക്കുകയാണ് ചെയ്യാറുള്ളത് അല്ലേ? സന്തോഷത്തെ ബാഹ്യമായ കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തുമ്പോഴുള്ള പ്രശ്നം എന്തെന്ന് വെച്ചാൽ അത് നഷ്ടപ്പെടാവുന്നതും എടുത്തു കളയാവുന്നതുമായ ഒന്നായി മാറുന്നു എന്നതാണ്. യഥാർത്ഥവും നിലനിൽക്കുന്നതുമായ സന്തോഷം ഉള്ളിൽ നിന്നാണ് വരേണ്ടത്. നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നാണ് യഥാർത്ഥ സന്തോഷം വരേണ്ടത്. ആ സന്തോഷമാണ് എന്നും നിലനിൽക്കുള്ളൂ. ജീവിതത്തിൻ്റെ ഉയർച്ച താഴ്ചകളിൽ ഒരുപോലെ സന്തോഷവും സംതൃപ്തിയും ഉണ്ടാണെങ്കിൽ തീർച്ചയായും സന്തോഷത്തെ ഇതുമായി ബന്ധപ്പെടുത്താതിരിക്കണം. ഇതിനർത്ഥം സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഉപേക്ഷിക്കണം എന്നല്ല കേട്ടോ. പ്രതികൂല സാഹചര്യങ്ങൾ കൈമലർത്തണമെന്നുമല്ല. യഥാർത്ഥ സന്തോഷത്തെ കണ്ടെത്താൻ ഞങ്ങൾക്കൊരു 5 വഴി പറഞ്ഞുതരാം. ആദ്യമായിക്കൊണ്ട് കൃതജ്ഞത പരിശീലിക്കുക. കൃതജ്ഞത എന്നുള്ളത് സന്തോഷവുമായി ബന്ധപ്പെട്ട ഹോർമോണുകളായ ഡോപ്പമിൻ, സെറോട്ടോണിൻ എന്നിവയുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇത് സന്തോഷം നിലനിർത്താനും നമ്മളെ സമ്മർദ്ദം കുറക്കാനും പോസിറ്റീവായി ചിന്തിക്കാനും സഹായിക്കുന്നൊരു കാര്യമാണ്. രണ്ടാമത്തത് താരതമ്യം ചെയ്യുന്നത് ഒഴിവാക്കുക. അത് നമുക്കെപ്പോഴുള്ളൊരു കാര്യമാണ്. നമ്മുടെ ഒരു കാര്യം ഫെയിലാകുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഒരു സാഹചര്യം മോശമാകുമ്പോൾ മറ്റുള്ളവരായിട്ട് താരതമ്യം ചെയ്യുക അല്ലേ? മറ്റുള്ളവരുമായി സ്വന്തത്തെ താരതമ്യം ചെയ്യുന്നത് അസൂയ, ഉത്കണ്ഠ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇടയാക്കും. വ്യക്തിപരമായ വളർച്ചയിൽ ശ്രദ്ധ പതിപ്പിക്കുന്നത് ആത്മാഭിമാനവും സന്തോഷം വർദ്ധിപ്പിക്കാനും കാരണം. നമ്മളിൽ വിശ്വസിച്ചിട്ട് നമ്മൾ മുന്നേറാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ നമ്മൾ നല്ല ബന്ധങ്ങൾ പരിപോഷിപ്പിക്കുക. നല്ല ബന്ധങ്ങൾ എന്ന് പറയുന്നത് പോസിറ്റീവായിട്ട് ഉള്ള ബന്ധങ്ങൾ നമുക്ക് ഓക്സിറ്റോസിൻ പുറത്തുവിടുന്ന ഒരു സംഭവമാണ്. ശക്തമായ സാമൂഹിക ബന്ധങ്ങൾ സമ്മർദ്ദം കുറക്കുന്നുണ്ട്. നമ്മുടെ ഒരുപാട് ടെൻഷനുകൾ ഇല്ലാതാക്കാൻ നമുക്ക് ഹാപ്പിനെസ് കഴിയും. പിന്നെ നമ്മൾ അടുത്ത് വെച്ച് മൈൻഡ്ഫുള്ളായിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. മൈൻഡ്ഫുൾനെസ് പരിശീലിക്കുന്നതിലൂടെ ചിന്തകൾ നിയന്ത്രിക്കാൻ സാധിക്കും. ഇത് നമുക്ക് ഉത്കണ്ഠ കുറക്കാനും സംതൃപ്തി നേടാൻ സഹായിക്കുന്ന ഒന്നാണ് മൈൻഡ്ഫുൾ. പിന്നെ ലക്ഷ്യങ്ങളെ പിന്തുടരുക. ലക്ഷ്യസ്ഥാനത്തേക്കുള്ള പ്രയാണത്തെ നമ്മൾ ആസ്വാദകരമാക്കിക്കൊണ്ട് സഞ്ചാരം തുടരുക. ഇത് ഉയർന്ന മോട്ടിവേഷൻ നിലനിർത്തുകയും പ്രതിസന്ധി ഘട്ടങ്ങളെ നന്നായി കൈകാര്യം ചെയ്യാൻ സഹായിക്കുകയും ചെയ്യും. നമുക്കൊരു ലക്ഷ്യസ്ഥാനത്ത് എത്തിപ്പെടാനുണ്ടെങ്കിൽ അത് നമ്മൾ ആസ്വാദകരമാക്കുക. ആ യാത്രയിൽ ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് കണ്ടെത്തുക. എന്നിട്ട് നമ്മൾ മുന്നേറുക. അപ്പോൾ നമുക്ക് ലക്ഷ്യത്തിലെത്തുമ്പോൾ ഒരുപാട് ഹാപ്പിനെസ് ഉണ്ടാക്കാൻ കഴിയും. നിങ്ങൾക്ക് നല്ലൊരു സന്തോഷം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.